ജർമ്മനിയിലെ റീഗൻസ്ബർഗ് 1255 മാർച്ചിലെ ഒരു വൈകുന്നേരം. പെസഹ ദിനമായിരുന്ന അന്ന് മരിക്കാൻ കിടന്നിരുന്ന ഒരു രോഗിക്ക് അന്ത്യകൂദാശ നൽകാൻ പുറപ്പെട്ടതായിരുന്നു ആ വൈദികൻ. പോകേണ്ട സ്ഥലത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു നദി കുറുകെ കടക്കണമായിരുന്നു. നദിക്ക് കുറുകെ ഒരു തടിപ്പാലമുണ്ടായിരുന്നു. അതിൽ കൂടെ നടക്കുമ്പോൾ കാൽ തെന്നി വെള്ളത്തിലേക്ക് വീണ അച്ഛൻ്റെ കയ്യിലെ ദിവ്യകാരുണ്യവും വെള്ളത്തിലേക്ക് വീഴുകയുണ്ടായി. ഇതിൽ സങ്കടപ്പെട്ട അച്ഛൻ ഇടവകയിലെ ആളുകളോടൊപ്പം ഉപവസിച്ചു പ്രാർത്ഥിക്കുകയും അപകടം നടന്ന സ്ഥലത്ത് ഒരു ചെറിയ ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിലാണ് 2 വർഷങ്ങൾക്ക് ശേഷം ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്ന വൈദികൻ തൻ്റെ ഉള്ളിൽ വിശുദ്ധ ബലിയിലെ സത്താപരിണാമത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. അത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം ബലി അർപ്പിക്കാൻ അൾത്താരയിൽ നിന്നത്. പക്ഷേ വിശുദ്ധ കുർബാന ഉയർത്തുന്ന വേളയിലാണ് അവിടെ കൂടിയിരുന്ന ആളുകൾ ഉൾപ്പെടെ ആ അത്ഭുതം കണ്ടത്. അൾത്താരയിലെ കുരിശിൽ നിന്നും താഴേക്ക് നീളുന്ന ഒരു കരം. അച്ഛൻ്റെ കയ്യിലെ കാസയിലേക്ക് നീണ്ട കരം കാസ വാങ്ങി. തൻ്റെ തെറ്റു മനസ്സിലായ വൈദികൻ അപ്പോൾ തന്നെ മുട്ടുകുത്തി മാപ്പു ചോദിച്ചു. ഉടനെ തന്നെ ആണിപ്പാടുള്ള ആ കരങ്ങൾ ആ കാസ അച്ഛനു മടക്കി നൽകുകയും ചെയ്തു. റീഗൻസ്ബർഗിലെ ദേവാലയത്തിൽ അന്ന് വിശുദ്ധ ബലി അർപ്പിക്കാൻ കൂടിയിരുന്ന എല്ലാ വിശ്വാസികളും ഈ കാഴ്ച കണ്ടു. ഇപ്പോഴും ഈ ദേവാലയത്തിൽ ഈ കുരിശുരൂപം കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ കുർബാനയിലുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യം തിരിച്ചറിയുവാനും ഓരോ ബലിയർപ്പണത്തിലും ഏറ്റവും ഭക്തിയോടും സ്നേഹത്തോടും കൂടെ പങ്കെടുക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.